നമുക്ക് മോഡലിംഗ് ഓക്കെ. മോഡലിംഗ് കരിയർ അതെങ്ങനെയാണ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്? ഞാൻ ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മോഡലിംഗ് വന്നത് PG ദേവഗിരി കോളേജിൽ MA മലയാളം വിത്ത് ജേർണലിസം പഠിക്കുകയാണ്. ഞാനൊരു സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആയിരുന്നു. സിവിൽ സർവീസ് ഓഫീസർ ആവുന്നതിനൊക്കെ ആഗ്രഹമായിട്ട് അവിടെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിലൊരു ജൂനിയർ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ മിസ് മല പറയുന്നത് അഖില മോഹൻ എന്ന് പറഞ്ഞു, മിസ് കേരളയായിരുന്നു. ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ്റെ സംസാരമൊക്കെ കൊള്ളാം. ഇത് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്യം മാത്രമല്ല, ഈ കോമ്പറ്റീഷൻസ്, നമ്മൾ സംസാരം, നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടി, നിങ്ങളുടെ കോൺഫിഡൻസ്, ഇതെല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ്. ചേട്ടനൊന്ന് ട്രൈ ചെയ്തു നോക്കുന്നോട്ട് എനിക്കൊരു മിസ്റ്റർ കേരളയുടെ ഇത് തന്നു. മിസ്റ്റർ കേരളയുടെ ഓഡീഷൻ ഉണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മോഡലിംഗ് എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ, ഏത് വർഷമായിരുന്നു അത് 2020 നമ്മുടെ കോവിഡിൻ്റെ സമയത്ത്, കോവിഡിന് മുമ്പ് 2019-20 ആ സമയം, 20 ജനുവരി സമയം. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ഒരു കോമ്പറ്റീഷന് റെഡി ആവുകയാണ്. അങ്ങനെ ഒരു ഓഡീഷന് പോയി, അവിടെ സെലക്ട് ആയി. അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ നേരെ ആക്സസ് ചെയ്യുന്നത് യൂട്യൂബാണ്. യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് മിസ്റ്റർ വേൾഡിൻ്റെ, മിസ്റ്റർ ഇന്ത്യയുടെ, അതായത് ബോഡി ബിൽഡിംഗ് അല്ല മോഡലിങ്ങിൻ്റെ വീഡിയോസ് നോക്കി പഠിക്കണം. അപ്പോൾ ഞാൻ കാണുന്ന അത്രയും ക്വാളിറ്റി വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും കോമ്പറ്റീഷൻ വെച്ച് ആ ലെവലിൽ ഞാൻ എൻ്റെ ഇവിടുന്ന് പ്രിപ്പറേഷൻ നടത്തും. യൂഷ്വലി നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ ആ സീരിയസ്നെസ്സിൽ പ്രിപ്പറേഷൻ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കോമ്പറ്റീഷന് പോയ സമയത്ത് അവിടെ എത്രയും കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എന്നെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ടൈറ്റിൽ മിസ്റ്റർ വള്ളുവനാട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷമ മേമിൻ്റെ ഒരു കോമ്പറ്റീഷൻ. അവിടെ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത കോമ്പറ്റീഷൻസ് തന്നെ എനിക്ക് വിൻ ചെയ്യാൻ പറ്റി.